ഏതു സംഘാടകർ സമീപിച്ചാലും നോ പറയാത്ത വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ ജില്ലയിൽ കൂടുതൽ പൊതുപരിപാടികളിൽ സാന്നിധ്യമറിയിച്ച ജനപ്രതിനിധികളിൽ ഒരാളായി ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹത്തെ തേടി ഇപ്പോൾ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പൊതുപരിപാടികളിൽ പങ്കെടുത്ത് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട തദ്ദേശ ഭരണ ജനപ്രതിനിധി എന്ന നിലയിലാണ് ജുനൈദ് കൈപ്പാണിക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ലഭിച്ചത്. കർമ്മബാഹുല്യവും ഭരണപരമായ തിരക്കുകൾക്കുമിടയിലും സമയം ക്രമീകരിച്ച് പൊതുവായതും ഔദ്യോഗികവും അനൌദ്യോഗികവുമായ ആയിരക്കണക്കിന് ക്ഷണിക്കപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്ത് അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും പരമ്പരാഗത മാധ്യമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും കൃത്യവും ഫലപ്രദവുമായി ഉപയോഗിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുസമൂഹവുമായി സംവദിക്കാൻ സമയം കണ്ടെത്തുന്ന ജുനൈദ് കൈപ്പാണി നിരവധിയായ പുസ്തകങ്ങൾ കൂടി ഈ കാലയളവിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. കർമ്മബാഹുല്യത്തിനും ഭരണപരമായ തിരക്കുകൾക്കിടയിലും ജില്ലയിലെ മുക്കിലും മൂലയിലും സമയം കണ്ടെത്തി ക്രമീകരിച്ച് ജുനൈദ് കൈപ്പാണി തന്റെ ക്ഷണിക്കപ്പെട്ട സാന്നിധ്യം ഉറപ്പുവരുത്തി വരുന്നു. ആളുകൾ ജനപ്രിയ ജനപ്രതിനിധിയായി ജുനൈദിനെ അഭിസംബോധന ചെയ്യാനുള്ള പ്രധാന കാരണവും ചടങ്ങുകളിലെ ലീവ് പറയാത്ത സാന്നിധ്യമാവാൻ സമയം കണ്ടെത്തുന്നു എന്നതാണ്. ഈ ഡിസംബർ 21 ജില്ലാ പഞ്ചായത്ത് സാരഥിയായി 4 വർഷം പൂർത്തിയാവുകയാണ്. ഇതിനകം ആയിരക്കണക്കിന് ഉദ്ഘാടനങ്ങളും അതിലേറെ പൊതുപരിപാടികളിൽ അധ്യക്ഷനും ആശംസാ പ്രഭാഷകനുമൊക്കെയായി വേറെയും റോളുകൾ വഹിച്ച് പ്രാദേശികമായ റെക്കോർഡുകൾ ഭേദിച്ച് ജനപ്രതിനിധികൾക്കിടയിൽ ശ്രദ്ധേയനാവുകയാണ് ഇദ്ദേഹം. കോഴിക്കട മുതൽ സ്വർണ്ണക്കട വരെയും ഗ്രാമസഭ മുതൽ ദേശീയ സംഗമങ്ങൾ വരെയും 5 ആളുകൾ മുതൽ 5000 ആളുകൾ വരെ പങ്കെടുത്ത പരിപാടികളും ജുനൈദ് കൈപ്പാണി ജനപ്രതിനിധിയായ 4 വർഷം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് വ്യത്യസ്തനായിരിക്കുകയാണ്. കേവലം പൊതുപരിപാടികൾക്കപ്പുറത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ മേഖലയിലും ജില്ലയിലാകെ നിറസാന്നിധ്യവും കൂടിയാണ്. അതോടൊപ്പം ഭരണകാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ട് മാതൃകാ മുന്നേറ്റം നടത്താനും സാധിക്കുന്നുണ്ട്. തന്റെ പ്രവർത്തന മേഖലയിൽ നന്നായി പഠിച്ചു പ്രവർത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള ഗ്ലോബൽ പീസ് കൺസോർഷ്യം അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച തദ്ദേശ ജനപ്രതിനിധിക്കുള്ള ബാബാ സാഹിബ് അംബേദ്കർ പുരസ്കാരം, മാതൃകാ പൊതുപ്രവർത്തകനുള്ള സംസ്ഥാന കർമ്മശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും ഇതിനോടകം തന്നെ ജുനൈദിനെ തേടിയെത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കിലയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ചു വന്ന അധിക പഠനത്തിനും ഗവേഷണത്തിനും താൽപ്പര്യമുള്ള ജനപ്രതിനിധികളായ പഠിതാക്കൾക്കായി നടത്തിയ അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണ നിർവഹണവും എന്ന 6 മാസത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇതിനിടയിൽ ജുനൈദ് കൈപ്പാണി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങളും വികസന വിഷയങ്ങളും തൊട്ടറിയാൻ വയനാട് ജില്ലയിലുടനീളം സഞ്ചരിച്ച് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആകെയുള്ള 582 ജനപ്രതിനിധികളെയും നേരിൽ കണ്ടു നടത്തിയ അഭിമുഖത്തിന്റെയും സംവാദത്തിന്റെയും വെളിച്ചത്തിൽ ജുനൈദ് കൈപ്പാണി എഴുതിയ വികേന്ദ്രീകൃത ആസൂത്രണം ചിന്തയും പ്രയോഗവും എന്ന ഗ്രന്ഥം ത്രിതല സംവിധാനത്തിൽ ഏറെ പ്രാധാന്യമുള്ളൊരു പഠനരേഖയാണ്. ത്രിതല സംവിധാനം മുന്നോട്ട് വയ്ക്കുന്ന അധികാര വികേന്ദ്രീകരണവും വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളും എത്രമാത്രം ലക്ഷ്യവേദിയാകുന്നുവെന്ന് തൃണമൂല തലത്തിൽ നടത്തിയ മൗലികവും സമഗ്രവുമായ പഠനത്തിന്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ജുനൈദ് കൈപ്പാണി പ്രസ്തുത കൃതിയിലൂടെ ചെയ്യുന്നത്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വികസന പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തന രംഗത്തും വ്യത്യസ്തവും നവീനവുമായ ശൈലിയും സമീപനവും സ്വീകരിച്ചുകൊണ്ടുള്ള വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വെള്ളമുണ്ട ഡിവിഷൻ മെമ്പറുമായ ജുനൈദ് കൈപ്പാണിയുടെ കുറഞ്ഞ കാലം കൊണ്ടുള്ള ജനകീയ മുന്നേറ്റം രാജ്യത്തെ പ്രാദേശിക സർക്കാർ സംവിധാനത്തിൽ ശ്രദ്ധേയ മാതൃകയാവുകയാണ്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് തന്റെ പൗരന്മാരുടെ ക്ഷേമത്തിനായി ജുനൈദ് കൈപ്പാണി നടപ്പിലാക്കുന്ന തനതും വേറിട്ടതുമായ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയാവുകയാണ്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൽ ഒരു ഇടം നൽകിയതിൽ വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും അറിയിക്കുന്നു. ഈ രൂപത്തിൽ ഒരു അംഗീകാരം അത് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ലഭിച്ച മറ്റൊരു പ്രചോദനവും കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നു. ഈ അംഗീകാരവും ഇതുപോലെയുള്ള അനുമോദനങ്ങളുമൊക്കെ പൊതുരംഗത്ത് കൂടുതൽ സജീവമാവാനും സക്രിയമാവാനുമുള്ള ഉറവിടമായി പ്രചോദനമായി ഏറ്റെടുക്കാൻ
ഞാൻ ബാധ്യസ്ഥനാണ്. ഇതെന്നെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ള ആളാക്കി മാറ്റുന്നതിനുള്ള ഒരു കാരണം കൂടിയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.